എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള SC, ST അതുപോലെ തന്നെ PWD കാറ്റഗറി സീറ്റുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള വേക്കൻസി ഫില്ല് ചെയ്യുന്നതിലേക്കായിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ജനുവരി 9-ാം തീയതി LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നടത്തുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് അടുത്തുള്ള നിങ്ങളുടെ തൊട്ടടുത്തുള്ള, അതായത് ഓരോ ജില്ലയിലും ഓരോ എണ്ണമാണ് ഉണ്ടാവുക, അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് ഹാജരായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്തവർക്ക് പ്രോസ്പെക്ടസിൽ നൽകിയിരിക്കുന്ന ഓതറൈസേഷൻ ഫോം മുഖേന പങ്കെടുക്കാവുന്നതാണ്. ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ 8/1/2025 പ്രസിദ്ധീകരിക്കുന്നത് ആയിരിക്കും. മുൻ അലോട്ട്മെൻറ്റുമായി വിദ്യാർത്ഥികൾ സർക്കാർ കോളേജ് ഒഴികെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. NOC എന്ന് പറഞ്ഞാൽ നോ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ഫീസും തിരിച്ചു തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് SC, ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ, അതുപോലെ PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥികൾ മാത്രമേ ഇതിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളൂ. ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ മറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിന് ശേഷം നടത്തുന്നത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു SC, ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും അതുപോലെ PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഇതിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. പങ്കെടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കാനായിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലാണ് നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾ നിങ്ങൾക്ക് പകരമായിട്ടോ അയക്കാവുന്നതാണ്. പകരമായിട്ട് അയക്കുമ്പോൾ ഓതറൈസേഷൻ ലെറ്റർ കൂടി അവരുടെ കയ്യിൽ കൊടുത്തയക്കണം. ഓതറൈസേഷൻ ലെറ്റർ എങ്ങനെ ഫില്ല് ചെയ്യാം, അതെവിടെയെന്ന് അതിൻ്റെ പ്രിൻ്റ് എടുക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ജനുവരി 9-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് പോയിട്ട് ഹാജരായിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം. അത് നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ അയച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. SC, ST അതുപോലെ PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക. പങ്കെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതായത് നിങ്ങൾക്ക് ഓൾറെഡി ആദ്യം അപേക്ഷ നൽകിയപ്പോൾ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാകും, അത് പ്രിൻ്റ് എടുക്കുക. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ കോളേജിൽ നിന്നുള്ള NOC, അതായത് നോ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് വാങ്ങിക്കുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ PDF ആയിട്ട് അയച്ചു തരും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നിലവിൽ എവിടെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതിനായിട്ട് അടക്കാനായിട്ടുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ്, അപ്പോൾ SC, ST വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ അതുപോലെ PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം 1000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ അത് ഓൺലൈനായിട്ടായിരിക്കും പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ UPI വഴി നിങ്ങൾക്കൊരു ഫീ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തതാണ് ഈ ഒരു LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ഒരു പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഈ ഒരു LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ടോട്ടൽ 13 ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സാണ് ഉള്ളത്. ഒരു ജില്ലയിലാണ് ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇല്ലാതായിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും, അതായത് ഇടുക്കിയിൽ ഈ വർഷം ഫെസിലിറ്റേഷൻ സെൻറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എവിടെയാണോ എന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പോയിട്ട് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേക്കൻസീസ് ആ ഒരു 8-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ പങ്കെടുക്കാം. താല്പര്യമില്ലാത്ത കോഴ്സുകളാണ് ഉള്ളതെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ടതില്ല. താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതുള്ളൂ. സ്പോട്ട് അലോട്ട്മെൻറ്റ് നേരിട്ട്, അതായത് അവിടെ പോയിട്ട് പങ്കെടുക്കുന്നതാണ്. ഓൺലൈനായിട്ട് യാതൊരുവിധ ആപ്ലിക്കേഷനും സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ട് ഇല്ല. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ 51-ാമത്തെ, അതായത് 51-ാമത്തെ പേജിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം, അതുപോലെ കൊല്ലം, അടൂർ, അതുപോലെ തന്നെ ആലപ്പുഴ, അതുപോലെ പാമ്പാടി, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 12 ജില്ലകളുടെ ഡീറ്റെയിൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇടുക്കി കൂടി ഇതിൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഈ ഒരു 8-ാം തീയതിക്കുള്ളിൽ തന്നെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ 12 LBSൻ്റെ, അതായത് LBSൻ്റെ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിലുള്ളൂ. അപ്പോൾ ഇടുക്കിയിൽ കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക്
അടുത്തതായിട്ടുള്ളത് നോ ഒബ്ജക്ഷൻ പൊസഷൻ സർട്ടിഫിക്കറ്റാണ്. ഇത് നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കോളേജ് നൽകുന്ന ആ ഒരു ഡോക്യുമെൻ്റാണ് NOC എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. ഇതിൽ 2023 എന്നുള്ളതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പുതുക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു പുതിയ ഫോം നിങ്ങൾക്ക് ഏകദേശം തൊട്ടടുത്ത ദിവസം തന്നെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. പ്രോസ്പെക്ടസിൽ 2023 അതിൻ്റെ ആ ഒരു ഡേറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് അത് 2024 എന്നുള്ളത് ടൈപ്പ് അതായത് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് പോകാനായിട്ട് സാധിക്കില്ല എങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഓതറൈസേഷൻ അതായത് അയക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിങ്ങൾ അവരെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ എങ്ങനെ പൂരിപ്പിക്കാമെന്നുള്ളത് നോക്കാം. ഈ ഒരു ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ആ ഒരു ഫോർമാറ്റ് 47ാമത്തെ പേജിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സബ്മിറ്റഡ് ബൈ ആൻ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ഓർ പ്രോക്സി ഓഫ് കാൻഡിഡേറ്റ്, അതായത് കാൻഡിഡേറ്റിന് പകരമായിട്ട് പങ്കെടുക്കുന്ന മറ്റൊരാളെ അതായത് ഓതറൈസേഷൻ ആ ഒരു മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ഓതറൈസേഷൻ ലെറ്റർ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ഫോമാറ്റ് പേജ് നമ്പർ 47 കൊടുത്തിട്ടുള്ളത്. ഇവിടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് 2024 എന്നുള്ളതിന് പകരം 2023 എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് 2024 എന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ആ ഒരു ഫോം പിന്നീട് അതായത് ഏകദേശം 8ാം തീയതി മാത്രമാണ് വരിക. അപ്പോൾ അത് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓതറൈസേഷൻ ലെറ്റർ തയ്യാറാക്കുക ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റൊക്കെ ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് ഇതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ I എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നെയിം ഓഫ് കാൻഡിഡേറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം ഇവിടെ ശ്രീ ഓർ ശ്രീമതി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര് എഴുതുക, അതായത് രക്ഷിതാവിൻ്റെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് നമ്പർ എത്രയാണ്, ആ ഒരു നൽകിയ റാങ്ക് നമ്പർ സ്റ്റേറ്റ് മെറിറ്റിലാണോ അല്ലെങ്കിൽ കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റാണോ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. അതിനുശേഷം ഇവിടെ ശ്രീ ഓർ ശ്രീമതി എന്നുള്ള ഭാഗത്ത് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആരാണോ അയക്കുന്നത്, നിങ്ങൾക്ക് പകരമായിട്ട് അയക്കുന്നത് അവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സും എഴുതുക. ഇത്രയുമാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക. അതിനുശേഷം അത് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുക. ഗസ്റ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹൈസ്കൂളുകളിലെ അതായത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അധ്യാപകർ ഗസ്റ്റഡ് ഓഫീസറായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ AEO അതുപോലെ തന്നെ CI അതുപോലെ ഉള്ളവരൊക്കെ ഒരു ഗസ്റ്റഡ് ഓഫീസർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളിലോ അല്ലെങ്കിൽ പോളിടെക്നിക് കോളേജ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലോ പോയിക്കൊണ്ട് നിങ്ങൾക്കിത് അറ്റസ്റ്റ് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഇവിടെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഇവിടെ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം ഇവിടെ ഗസ്റ്റഡ് ഓഫീസർ ടു അറ്റസ്റ്റ് ദ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെയിം അതുപോലെ ഡെസിഗ്നേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു അറ്റസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് അവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ പദവി എന്താണ് അതും കൃത്യമായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് സാധാരണയിൽ സീൽ വെച്ചിട്ടാണ് സാധാരണ അധികം ഓഫീസുകളിൽ നിന്നും ചെയ്യാറുള്ളത്. അതായത് അവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ ഡെസിഗ്നേഷൻ അതായത് അവരുടെ പദവി എന്താണ് ജോലി ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടി അവിടെ കൃത്യമായിട്ട് എഴുതുന്നതായിരിക്കും. അതുപോലെ ഫോട്ടോയിൽ സീൽ ചെയ്ത് അത് അറ്റസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ ഉള്ള ഭാഗമാണ്. അതായത് ഫോട്ടോഗ്രാഫ് ഓഫ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് അറ്റസ്റ്റ് ബൈ കാൻഡിഡേറ്റ്. അതായത് ഇവിടെ ഒട്ടിക്കേണ്ട ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾ ആരാണോ അയക്കുന്നത് അവരുടെ ഫോട്ടോ ആണ് നിങ്ങൾ ഇവിടെ ആയിട്ട് ഒട്ടിക്കേണ്ടത്. അതായത് ആരാണ് അയക്കുന്നത് അവരുടെ ഫോട്ടോ ആണ് ഇവിടെ ഒട്ടിക്കേണ്ടത്. അതിനുശേഷം ആ ഒരു ഫോട്ടോയുടെ മുഖത്ത് കൊള്ളാത്ത രീതിയിൽ ഫോട്ടോയിലും അതുപോലെ കുറച്ച് പുറത്ത് എത്തുന്ന രീതിയിൽ നിങ്ങൾ സിഗ്നേച്ചർ ഇടുക. അതായത് ഫോട്ടോയുടെ മുഖത്ത് കൊള്ളരുത്. അതായത് നിങ്ങൾ ആരാണ് അയക്കുന്നത് അവരുടെ ഫോട്ടോ ആണ് അവിടെ ഒട്ടിക്കേണ്ടത്. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ ഇവിടെ പ്ലേസ് അതുപോലെ ഇവിടെ ഡേറ്റ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.